അപ്പച്ചി, അനുവിനെയും കൂടെ പേടിപ്പിക്കല്ലേ. പോലീസും കോടതിയും എന്നൊക്കെ കേട്ട തന്നെ എന്റെ കൈയും കാലും വിറച്ചു തുടങ്ങും. എത്രയും വേഗം ബാലേട്ടനെ വിളിച്ച് കാര്യം പറയണെങ്കിതാ. കടയിൽ ഒരാളുടെ കുറവ് എനിക്ക് നികത്താം, വേറൊരാളെ ജോലിക്ക് നിർത്തിയാൽ മതി. പക്ഷേ എന്റെ നെഞ്ചിൽ നിന്ന് ഇറങ്ങിപ്പോയ ഒരാളുടെ കുറവ് ഞാൻ എങ്ങനെ നികത്തൂടാ? ദേവമംഗലത്തിന്റെ സന്തോഷവും സമാധാനവും ഒന്നും ഇപ്പൊ എന്റെ വിഷയമല്ല. എന്റെ വീട് കൃഷ്ണമംഗലോ, അവിടെ എന്റെ ഏട്ടന്മാരുടെ കൂടെ സന്തോഷമായിട്ട് ഞാൻ ജീവിക്കുന്നുണ്ട്. ആ പണം മോഷ്ടിച്ചത് ആരാണെന്ന് ആദ്യം അറിയട്ടെ, അതിനുശേഷം ദേവമംഗലത്തേക്ക് തിരിച്ചു വരുന്ന കാര്യം ആലോചിക്കാം.